ഹേ ഗായ്സ്, സാംസങ്ങിൻ്റെ ഒരു വാക്യൂം ക്ലീനർ കിട്ടിയിട്ടുണ്ട് നമുക്ക് കൊട്ടയെന്ന്. ഗായ്സ്, അങ്ങനെ ഈ സാധനം ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പൺ ചെയ്തപ്പോഴാണ് കണ്ട ഒരുപാട് ഡസ്റ്റ് ഉണ്ട്, നല്ല രീതിയിൽ ഡസ്റ്റ് ഇതിനകത്ത് നിറഞ്ഞെടുക്കുകയാണ്. പിന്നെ അത് അതിൻ്റെ സൈഡിലൊക്കെ ടാപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ മനസ്സിലായത് ഈ ടാപ്പ് ഒട്ടിച്ചതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡ് അതിൻ്റെ ലോക്ക് പൊട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ടാപ്പ് ഒട്ടിച്ചത്. ഞാൻ വേസ്റ്റ് ബാഗൊക്കെ എടുത്തതൊന്ന് വേസ്റ്റൊക്കെ ഒന്ന് കളയാലോ വിചാരിച്ചൊന്ന് കുടഞ്ഞതാണ്. ജമ്മു ഒരു രക്ഷയില്ല, നല്ല പൊടി ഉണ്ടായിരുന്നു, ഒരുപാട് പൊടി ഉണ്ടായിരുന്നു. അവിടെ ഏരിയ കംപ്ലീറ്റ് ഭയങ്കര ഡസ്റ്റായി. പിന്നെയാണ് എനിക്കൊരു ഐഡിയ കിട്ടി, ആ വേസ്റ്റിൻ്റെ ബാഗ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓപ്പൺ ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ചണ്ടി ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റി. ഒരുപാട് വേസ്റ്റ് അതിനകത്ത് ഇനിയും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇൻസൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോഴാണ് അവിടെ ഒരു സ്ക്രൂ കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിങ്ങനെയൊക്കെ തോന്നിയെടുത്ത് പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് അതിൻ്റെ സ്ക്രൂ ഒക്കെ അഴിച്ചെടുക്കാൻ, ബോർഡൊക്കെ അഴിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ഓപ്പൺ ചെയ്തു. ഈ മോട്ടറും കൂടെ അഴിക്കാണ്ട്. ഇതാണ് അതിൻ്റെ ബോർഡ് കേട്ടോ. ഇത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിരുന്നു. കംപ്ലീറ്റ് ഇതിനകത്ത് ഡസ്റ്റൊക്കെ പിടിച്ചിട്ട് സ്വിച്ചൊന്നും ഓട്ടോമാറ്റിക്കലി ഓൺ ആവുന്നുണ്ടായിരുന്നു. പിന്നെ അത് മോട്ടർ അയക്കാമെന്ന് വെച്ച് നോക്കി, 3 സ്ക്രൂ കൂടെ ഉണ്ട് അയക്കാണ്ടായിരുന്നു, അത് അഴിച്ച്. അപ്പോൾ ഇതാണ് ഗൈസ് അതിൻ്റെ മോട്ടർ വരുന്നത്. വർക്ക് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടി ഒന്ന് കണക്ഷൻ കൊടുത്തൊക്കെ വെച്ചു. അങ്ങനെ കണക്ഷൻ കൊടുത്തപ്പോൾ മോട്ടറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ചെറുതായിട്ട് പേടിച്ചു. അങ്ങനെ നമ്മൾ അയച്ച എല്ലാ പാർട്സുകളും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബോർഡല്ല കേട്ടോ, പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ പാർട്സും കൂടെ അസംബിൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ മോട്ടർ ഞാൻ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം കൂടെ ഫിറ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ അസംബിൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനിയൊക്കെ വർക്ക് ചെയ്യേണ്ട ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ്, അങ്ങനെ വാക്യൂം ക്ലീനർ റെഡി ടു യൂസ് ആയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, പൊട്ടിയ സെല്ല് ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ റീപ്ലേസ് ചെയ്തിട്ടില്ല. അത് തന്നെ വെച്ച് ഞാനൊരു ചെറിയൊരു സൂത്രപ്പണി ഒപ്പിച്ചിട്ടുണ്ട്. ആർക്കൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കട്ടെ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ബാക്കി സാധനങ്ങൾ കൂടെ ഒന്ന് ഫിറ്റ് ചെയ്യണം. അതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്ത് നോക്കട്ടെ. ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ സെലക്ട് ചെയ്തതിൻ്റെ കാറാണ്. അപ്പോൾ അതിനകത്ത് തലേന്ന് ബീച്ചിൽ പോയി വന്നതിൻ്റെ കംപ്ലീറ്റ് പൊടിയും മണ്ണൊക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതേ ഫുള്ള് സക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് തന്ന് പെട്ടെന്നാണ്. സാധാരണ ഞാൻ തോങ്ങിയൊക്കെ വെച്ച് തുടച്ച് വൃത്തിയാക്കലാണ്. അപ്പോൾ ഇത് കിട്ടിയത് എനിക്ക് ഏറ്റവും വലിയ ഉപകാരമായി. എനിക്ക് ഈ കാറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ സുഖമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അത് മാത്രമല്ല, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല, അടുത്ത് നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഇവനാണ്.